ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇപ്പോഴുള്ള നിയമത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വർദ്ധിപ്പിച്ചു നൽകേണ്ടതുണ്ടോ? തുരീദൂന ശൈഅൻ അസീദുകും, ഇനി എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നാണ് പഠിച്ച റബ്ബിന്റെ ചോദ്യം. അപ്പോൾ സ്വർഗവാസികൾ പറയും, അലം തബിയ വുജൂഹന, അല്ലാഹുവേ നീ നമ്മളുടെ മുഖത്തെ പ്രകാശിപ്പിച്ചില്ലേ, നമ്മളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ഇനി എന്ത് നൽകാനാണ്? ഇതിനും വലിയ നിയമത്ത് എന്താണ്? വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന, വളരെ സമാധാനത്തിലും മഹ്ശറിന്റെ ഭീകരമായ രംഗം കഴിഞ്ഞ് സമാധാനത്തിൽ, വളരെ സന്തോഷത്തിൽ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിൽ, അവസാനമില്ലാത്ത ലോകത്തിൽ സ്വർഗവാസി നിൽക്കുമ്പോഴാണ് പടച്ച റബ്ബിന്റെ ഈ ചോദ്യം, എന്തെങ്കിലും എക്സ്ട്രാ ആണോ? അപ്പൊ അവര് പറയും, ഇനി എന്ത് കിട്ടാനാണ്? ഹദീസിൽ കാണാം, ഫയക്ഷിഫു അൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഹിജാബ് മാറ്റും. അങ്ങനെ അടിമകൾ ഉടമയുടെ റബ്ബിന്റെ രൂപവും മുഖവും കണ്ണുകൊണ്ട് കാണുന്ന ഒരു രംഗമാണ് വിശുദ്ധ ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത അൻ-നദരി ഇലാ വജ്ഹിക്കൽ കരീം, അല്ലാഹു നിന്റെ മുഖത്ത് നോക്കി അതിന്റെ ആസ്വാദനം കിട്ടുന്ന ആ ആസ്വാദനം അല്ലാഹു നിന്നോട് ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഒരു വലിയ സന്തോഷം, ഒരു ടെൻഷനുമില്ലാതെ റബ്ബിനെ കണ്ട് നമുക്ക് എല്ലാ നിഅമത്തും ചെയ്തു തന്ന, എണ്ണിയാൽ ഒടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന റബ്ബിനെ കാണുന്ന നിമിഷമല്ലോ, ആ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതമൊക്കെ. ആ ഒരു രംഗം നമ്മൾ എന്തൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രയാസങ്ങളുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ മേഖലയിൽ നമുക്ക് പ്രയാസം. ദുനിയാവ് അങ്ങനെയാണ്, ദുനിയാവിന്റെ രീതി അങ്ങനെ തന്നെയാണ്, ഉസ്റും യുസ്റും ഉണ്ടാകും. അതൊന്നുമില്ലാതെ റബ്ബിനെ കാണുന്ന ആ രംഗം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചയ്ക്കും ആ ഒരു സുഖാനുഭൂതിയുടെ സമയത്തിന് വേണ്ടിയാണ് നമുക്ക് ഈ അവസരങ്ങളൊക്കെ റബ്ബ് തരുന്നത്. റമദാനിൽ ഇത്രയും ഓഫർ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നത് ആ ഒരു നിഅമത്ത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഒരു കവാടം റയ്യാൻ എന്ന ബാബാണ്. ആ ബാബിലേക്ക് പ്രവേശിക്കുക, അന്ന് ചോദിക്കപ്പെടും, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? എന്നിട്ട് ആ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒരു കവാടം ആ വിശാലമായ പ്രവിശാലമായ സ്വർഗത്തിലുണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു നമ്മൾ കൊതിക്കുന്ന ആ സ്വർഗത്തിന്റെ ഒരു കവാടം നിന്ന് നോമ്പാണ്. ആ നോമ്പ് നോക്കുന്ന വിശുദ്ധ റമദാനിലാണ് നമ്മൾ പ്രവേശിക്കാതിരിക്കുന്നത്. നമുക്കറിയാലോ, ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, എല്ലാം കേട്ട ഹദീസാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ വേറെ ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ ദീനി മേഖലയിൽ നിൽക്കുന്ന റബ്ബിന്റെ ദീനോട് താല്പര്യം അറിയേണ്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം 2 വ്യക്തികളെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് 2 വ്യക്തികൾ വരുന്നു. രണ്ടുപേരും ഒരേ സമയത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഒരാൾ ആദ്യം ഷഹീദാകുന്നു, രണ്ടാമത്തെ വ്യക്തി തൊട്ടടുത്ത വർഷം സാധാരണ മരണം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, സാധാരണ രൂപത്തിൽ മരിക്കുന്നു. അപ്പൊ ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് സ്വപ്നം കാണാണ്. എന്നാൽ അദ്ദേഹം കാണുന്ന സ്വപ്നം, 3 പേരും, ത്വൽഹ ബിൻ ഉബൈദില്ലയും ഈ ഇസ്ലാം മതം സ്വീകരിച്ച 2 ആളുകളും സ്വർഗത്തിന്റെ വാതിലിനടുക്കൽ നിൽക്കുന്നു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ് മരിച്ച വ്യക്തി ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ഷഹീദായ വ്യക്തി, ഷഹീദിന്റെ പ്രതിഫലം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ആ ഷഹീദായ വ്യക്തി രണ്ടാമതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ത്വൽഹത്തിലേക്ക് വലിയ അത്ഭുതമായി, എന്നാണ് ഹദീസിൽ, വലിയ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ ത്വൽഹ ബിൻ ഉബൈദില്ലയുടെ ഈ ആശ്ചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്തിനാണ് ആശ്ചര്യപ്പെടുന്നത്? ആ ഷഹീദായ വ്യക്തി ജീവിച്ചതിനേക്കാൾ 1 വർഷം കൂടുതൽ ആര് ജീവിച്ചിട്ടുണ്ട്? ഈ രണ്ടാമത് മരണപ്പെട്ട വ്യക്തി ജീവിച്ചിട്ടുണ്ട്. അഥവാ ഒരു നോമ്പ് എക്സ്ട്രാ നോക്കാൻ, റമദാൻ മാസം ഒരു റമദാൻ കൂടി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം നിസ്കരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ബോധപ്പെടുന്നത്? ഒരു റമദാൻ എക്സ്ട്രാ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ റമദാൻ ശരിയാൻ വരണം റബ്ബ് പറഞ്ഞ കോലത്തിലാണ് നമ്മൾ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഷഹീദിനെക്കാളും മുൻപേ സ്വർഗത്തിൽ പോകാനും ഷഹീദിനെക്കാളും ദറജകൾ സ്വർഗത്തിൽ വർദ്ധിക്കാനും ഒരു വിശുദ്ധ റമദാൻ കാരണമാകുമെങ്കിൽ
ആ റമദാന്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നന്മകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്കൊക്കെ ധൃതിപ്പെട്ടു വരിക. കാരണം നമ്മൾ കാണുന്ന വിഷയം എന്താ വെച്ചാൽ, ആദ്യം ഒരു ആവേശം ഉണ്ടാവും. ആദ്യത്തെ 5, ആദ്യത്തെ 10, രണ്ടാമത്തെ 10 ആദ്യത്തെ 10 കുറിച്ചുള്ള ഖേദം, രണ്ടാമത്തെ 10 കഴിയുമ്പോൾ കഴിഞ്ഞ 20 കുറിച്ചുള്ള ഖേദം, അങ്ങനെ റമദാൻ കഴിയുമ്പോൾ മൊത്തത്തിൽ ഖേദമാണ്. ഈ ഒരു അവസ്ഥ അല്ല നമുക്ക് ശരിക്കും ഉണ്ടാകേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. സാധാരണ നമ്മൾ ഉസൂൽ ഫിഖ് പഠിക്കുമ്പോൾ കുറച്ച് ദീനപരമായ അറിവുള്ള ആളുകൾ നിലയ്ക്ക് കുറച്ച് ഇൽമിയായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉസൂൽ ഫിഖ് പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അമ്ർ വന്നാൽ കൽപ്പന, വിശുദ്ധ ഖുർആനിൽ കൽപ്പന വന്നാൽ 2 കാര്യത്തെ അറിയിക്കും. യഖ്തദി അൽ വുജൂബ് വൽ ഫൗർ. ഒന്ന്, കൽപ്പന അറിയിക്കുന്നത് അത് നിർബന്ധമാണ് എന്നതാണ്. അമ്രിന്റെ സീഗയിൽ അല്ലെങ്കിൽ അമ്രിനെ അറിയിക്കുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ അത് നിർബന്ധമാണ്, ചെയ്യൽ വാജിബാണ് എന്ന് അറിയിക്കും. അതുപോലെ തന്നെ അത് പെട്ടെന്ന് ചെയ്യണം, കഴിയുന്ന എത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ അത്ര പെട്ടെന്ന് ചെയ്യണം എന്നതിനെയുമാണ് ഖുർആനിലും സുന്നത്തിലും വരുന്ന അമ്രുകൾ, കൽപ്പന ക്രിയകൾ അറിയിക്കുക എന്ന് കാണാൻ പറ്റും. അപ്പൊ അതാണ് തൗബയെ പറ്റി പറയുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പറയാറുണ്ട്. ഒരാൾ തിന്മ ചെയ്തു, അയാൾക്ക് തൗബ വാജിബായി. തിന്മ സംഭവിച്ചാൽ അല്ലെങ്കിൽ നന്മയിൽ കോട്ടം വരുത്തിയാൽ തൗബ ചെയ്യൽ വാജിബാണ്. ഇനി ആ തൗബ അവൻ വൈകിപ്പിച്ചാലോ അത് വീണ്ടും ഒരു പാപമാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ തൗബ വൈകിപ്പിച്ചതിന് കൂടി പിന്നെ അവൻ തൗബ വേണ്ടി വരും. അപ്പൊ തൗബ വൈകിപ്പിക്കാൻ പറ്റില്ല, നിർബന്ധമാണ്. തൂബു ഇലല്ലാഹ് എന്ന അമ്രാണ്. അതുകൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും എന്ന ആയത്താണ് പലപ്പോഴും തെളിവാക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്മകൾ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ആദ്യമുള്ള ആവേശമല്ല, മറിച്ച് കൃത്യമായ പ്ലാനോടുകൂടി കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കണം. എങ്കിലാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഇന്ന ലികുല്ലി അംരിൻ ശിറത്തുൻ. എല്ലാ കാര്യത്തിലും ആവേശം ഉണ്ടാകും, എല്ലാത്തിനും ഒരു ആവേശം ഉണ്ടാകും. ആവേശം എന്തല്ല? ആവേശം ദീനല്ല. ആവേശം റസൂലിന്റെ സുന്നത്തിലേക്കാണെങ്കിൽ, റസൂൽ പഠിപ്പിച്ച രൂപത്തിലാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാതെയുള്ള ആവേശങ്ങൾ അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മൂസ അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുന്ന ചരിത്രം സൂറത്ത് ത്വാഹിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ കുറച്ച് ആൾക്കാരെ കൂട്ടാൻ കൽപ്പനയുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം വരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം. പിന്നീട് ഇവര് വൈകുന്നത് കാരണം മൂസ അലൈഹി ഇസ്ലാം ധൃതിപ്പെട്ടു വരും. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് അവരുടെ പുറകിലുണ്ട്. അല്ലാഹുവേ, ഞാൻ ധൃതിപ്പെട്ട് അവരെ കാത്തു നിൽക്കാതെ ഞാൻ ധൃതിപ്പെട്ട് നിന്റെ അടുക്കൽ വരാൻ കാരണം റബ്ബേ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അജിൽതു ഇലൈക, അള്ളാഹുവിലേക്ക് ഞാൻ നിന്നിലേക്ക് ധൃതി കാണിച്ച് വളരെ വേഗത്തിൽ വരാൻ കാരണം നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആയതിന്റെ അർത്ഥം ഒരു നന്മ ഉണ്ടായിട്ട് ആ നന്മയിൽ ധൃതിപ്പെട്ടു വന്നാൽ റബ്ബിന്റെ തൃപ്തി കിട്ടാതെ കാരണമാവുന്ന. ശേഷം അടുത്ത ആയത്തിൽ കാണാം, നിനക്ക് ശേഷം അവർ വരാൻ വൈകിയത് കാരണം എന്ത് ചെയ്തു? ആ സമൂഹം അവർക്ക് ഫിത്ന ഉണ്ടായി. സാമിരി അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു എന്നാണ് സൂറത്ത് ത്വാഹയിൽ ആയത്ത് 84-85. അപ്പൊ അവിടെ ഒരു നന്മയിലേക്ക് അള്ളാഹു ക്ഷണിച്ചു. മൂസ അലൈഹി ഇസ്ലാം ധൃതിപ്പെട്ടു വന്നപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി. വൈകിയത് കാരണം സമൂഹം ഫിത്നയിലായി. അതുകൊണ്ട് അവരെ സാമരി വഴിതെറ്റിച്ചു എന്ന ആയത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ റബ്ബിന്റെ ഒരു ഓഫർ, റബ്ബിന്റെ ഒരു തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരു വലിയ നന്മ കിട്ടും. നമ്മൾ എപ്പോഴും വളരെ ജാഗരൂകരായി അള്ളാഹുവിനോട് ഏറെ ദുആ ചെയ്ത് നമ്മൾ ആ നന്മ നേടിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, ഖൈറാത്തുകൾ ചെയ്യാൻ, കാരണം നന്മ ചെയ്യാന്ന് പറയുമ്പോൾ അത് റബ്ബിന്റെ ഒരു തൗഫീഖാണ്, റബ്ബിന്റെ വലിയൊരു നിഅമത്താണ്. അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. വതർക്കൽ മുൻകറാത്ത്, അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കാനുള്ള തൗഫീഖും റബ്ബിനോട് ചോദിച്ചു വാങ്ങണമെന്നാണ്. ആ ദുആയിൽ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ പറഞ്ഞെടുക്കുന്ന ദുആയാണ്. ആ ദുആയിൽ കാണാം, വഇദാ അറദത ഫിത്നതൻ ഫീ ഖൗമി ഫതവഫനി ഗൈറ മഫ്ദൂൻ. അല്ലാഹു ഈ ഒരു സമൂഹത്തിൽ ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഫിത്നയിൽ പെട്ടുപോകാതെ, ആ ഫിത്നയിൽ വീണു പോകാതെ, ഫിത്ന ഇല്ലാതെ, ഫിത്ന ബാധിക്കാതെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ
നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ള പോലും പ്രാർത്ഥിക്കാണ് ഫിത്നയിൽ വീഴാതിരിക്കാൻ. റമദാന് പോലും പല ആളുകളും ചോദിക്കുന്ന മസാലകൾ, ചോദിക്കുന്ന സംശയങ്ങൾ, വളരെ ദീന് താല്പര്യമുള്ള ആളുകൾ പോലും ഫിത്നയിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രധാനമായും റമദാനിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങളുണ്ട്, പക്ഷെ അവ സൂചിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഫിത്നയിൽ വീഴാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു എന്നോട് ചോദിക്കുകയാണ്, അല്ലാഹു നിന്നിലേക്ക് അടുപ്പിക്കുന്ന, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന അവരും അതുപോലെ തന്നെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരോടും അവരോട് ഇഷ്ടമുണ്ടാകാൻ, നല്ല കുർബത്ത് കിട്ടാനും നല്ല സുഹബത്ത് കിട്ടാനും അതുപോലെ തന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മിൻ അൻഫഇ ദുആ, ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ, അവ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥനയായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്മകൾ ചെയ്യാൻ. ആ പ്രാർത്ഥന ലഫ്സ് പിന്നെ ഓർമ്മ വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദി എന്ന ദുആയുടെ അവസാനമാണ് ഭാഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൈറുകൾ ചെയ്യാൻ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് മിൻ അൻഫഇ ദുആ, ഒരു വിശ്വാസി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണത്. കാരണം അല്ലാഹുവിന്റെ തൗഫീഖാണ് നന്മകൾ ചെയ്യാന്ന് പറയുമ്പോൾ. സാർ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ റമദാനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റമദാൻ ലക്ഷ്യം മറക്കാണ്. എന്തിനാണ് റമദാൻ? ഇപ്പോൾ ഇഅ്തികാഫിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകൾ സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മസ്അലകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഖത്ഉൽ അലായിഖ് അൻ കുല്ലിൽ ഖലായിഖ് ബിഇത്തിസാലി ഖിദ്മത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബിനോട് ബന്ധം സ്ഥാപിക്കാൻ സകല സൃഷ്ടികളിൽ നിന്നും ബന്ധം കുറച്ചു നേരത്തേക്ക് മുറിച്ച്, ബന്ധം മുറിക്കലല്ല, കുറച്ചു നേരം ബന്ധം മാറ്റിവെച്ച് റബ്ബുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതാണ് ഇഅ്തികാഫ് എന്നാണ്. നമ്മുടെയൊക്കെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ വിഷമകരമായ അവസ്ഥ. മസലകൾ ചർച്ച ചെയ്യാണ്. എന്താണ് മസല? ഉപകാരപ്പെടുന്ന മസലാണ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പള്ളിയിൽ ഇഅ്തികാഫിന് പോയപ്പോൾ അവിടെ രണ്ടാളുകൾ ഭയങ്കര ചർച്ചയാണ് ഇഅ്തികാഫിന്റെ സമയത്ത്. എന്താ ചർച്ച? ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ മസലയാണ്. ഒരാൾ ഭൂമി ഉരുണ്ടതാണെന്ന് ഭയങ്കര പിന്നെ സ്ഥാപിക്കുകയാണ് ആയത്തെ തോന്നിയിട്ട്, ഒരാൾ പരന്നാണെന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തിരുത്തുവൽപ്പിക്കണം പറയാനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഖുർആനിൽ വ്യക്തമല്ല, രണ്ട് ഉരുണ്ടതാണെന്നാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. മിഹാല എന്ന ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞതാണ്, കാഴ്ചയിൽ പറഞ്ഞതാണെന്ന് ആ മസല കുറച്ച് പറഞ്ഞു കൊടുത്തു. രണ്ടാൾക്കാർ ആ തൃപ്തിയായില്ല, ഭയങ്കര തർക്കം. വിഷയം അതല്ല, ഖുർആനിൽ പരന്നതാണെന്ന് വാദിക്കുന്ന ആൾ, സ്ഥാപിക്കുന്ന ആൾ പറയാണ് ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാവും. കാരണം ഖുർആൻ ഓപ്പോസിറ്റ് ആണല്ലോ. മറ്റാൾ നേരെ തിരിച്ച് പരസ്പരം കാഫിറാക്കാണ് ഈ ഇഅ്തികാഫിന്റെ പള്ളി വന്നിട്ട്. ഇതൊക്കെ വളരെ ഗുരുതരമായ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇഅ്തികാഫും റമദാനും ഇതിനുള്ള വിഷയമല്ല. റമദാനിൽ ഇങ്ങനെയുള്ള ഫിത്നകൾ വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കാം ആൾക്കാർ റമദാനിൽ, നമ്മൾ മാറി നിൽക്കുക. അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല റമദാൻ എന്നുള്ളത്. റമദാൻ അതിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറിയിരുന്ന് അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച് റബ്ബുമായുള്ള ബന്ധം പുതുക്കി ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാണ്. ഓരോ റമദാൻ കഴിഞ്ഞ് പോകുമ്പോഴും തഖ്വയിൽ എന്തുണ്ടാവണം? ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവണം. അപ്പോൾ റമദാൻ ശരിയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 റമദാൻ കിട്ടിയ ജീവിതത്തിൽ, 9 റമദാൻ. ഓരോ റമദാൻ കഴിയുമ്പോഴും സ്വഹാബാക്കളുടെ ഡെവലപ്മെന്റ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ റമദാൻ ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞ വിഷയമാണ്. പ്രത്യേകിച്ച് റമദാനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്ന് നാവാണ്. റസൂൽ ഹദീസിൽ പറഞ്ഞില്ലേ, നിങ്ങൾ മാ ബൈന ലിഹൈഹി വ മാ ബൈന റിജ്ലൈഹി, രണ്ട് താടിയിലകൾക്കിടയിലുള്ളതും രണ്ട് തുടകൾക്കിടയിലുള്ളതും നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് നാം സ്വർഗത്തിന് വേണ്ടി സാക്ഷി നിൽക്കും വാഗ്ദാനം ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ. അത് നമ്മൾ റമദാനിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന് നമ്മുടെ ലൈംഗിക വിശുദ്ധി റമദാനിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സ്വന്തം അള്ളാഹു അനുവദിച്ച ഭാര്യയുമായുള്ള ബന്ധം പോലും റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബ് നമ്മൾ വായിക്കേണ്ട പഠിക്കേണ്ട കിതാബാണ്. ജവാബുൽ കാഫി ലിമൻ സഅല അൻ ദവാഇ ഷാഫി എന്നാണ് എൻ്റെ കിതാബിന്റെ പൂർണ്ണമായ പേര്, മറ്റൊരു പേര്. അപ്പോൾ ആ കിതാബിനെ വായിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയ വിഷയമുണ്ട്. എന്താ വെച്ചാൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് പറയാണ്, ഞാൻ നോമ്പുകാരെ കണ്ടപ്പോൾ നോമ്പുകാർ അവർക്ക് ഒരു നേരം 2, 3, 4 തവണ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അവർ സ്വന്തം നഫ്സിനെ പിടിച്ചു വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്.
പക്ഷെ ഇതേ ആൾക്കാർ ഈ ഭക്ഷണം നിയന്ത്രിക്കുന്ന, ഒരു ദിവസം 3-4 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അവർ കഠിനമായി പരിശ്രമിച്ച് ചൂടുള്ള സമയങ്ങളിൽ പോലും നോമ്പ് നോക്കുകയാണ്. പക്ഷെ ഇതേ ആളുകൾ അവർ ലൈംഗിക വിഷയത്തിൽ അവർ പരാജയപ്പെടുകയാണ്. ഒരു സുബഹി മുതൽ ഫജ്ർ വരെയുള്ള സമയത്തിൽ അവർക്ക് ലൈംഗികമായുള്ള താല്പര്യം പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല. ഇസ്തിംനാഇന്റെ ഹുക്ം ചോദിച്ചു വരികയാണ്. എല്ലാ റമദാനും ഉണ്ടാവും ഇസ്തിംനാ, മാസ്റ്റർബേഷന്റെ വിധി എന്താണ്, നോമ്പ് മുറിക്കുമോ? എല്ലാ റമദാനും ആൾക്കാർ ചോദിക്കും. എന്താ കാരണം? അത്ര നേരം പോലും ആൾക്കാർക്ക് ലൈംഗികമായ അവരുടെ ഇച്ഛകളെ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇത് വലിയൊരു ഫിത്നയാണ്. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട. ലൈംഗികമായ വിശുദ്ധി ഒരുവന്റെ ജീവിതത്തിൽ ഇല്ലേ, അവന്റെ ജീവിതം കട്ടപ്പോകുകയാണ്. ഈമാനികമായ ഒരു സുഖവും ഈമാനികമായ ഒരു ലബ്ധത്വം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഹൃദയം ശുദ്ധിയാക്കണം. നമ്മൾ ഒന്നാമതായി ശുദ്ധിയാക്കേണ്ട വിഷയം ഈ രൂപത്തിലുള്ള വിശുദ്ധിയാണ്. കാരണം ഉലമാക്കളൊക്കെ മക്കളെ ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. നീ ഒരു സിംഹത്തിന്റെ പിന്നാലെ പോയാലും നീ ഒരു പെണ്ണിന്റെ പിന്നാലെ പോകരുത്. കാരണം സിംഹത്തിന്റെ പിന്നാലെ പോയ ജീവനെ പോകുള്ളൂ. ഈമാനോട് ജീവൻ പോയ പ്രശ്നമില്ല. പക്ഷെ പെണ്ണിന്റെ പിന്നാലെ പോയാൽ ഈമാൻ പോകും. ഈമാൻ പോയാൽ പിന്നെ ജീവിച്ചിട്ടും കാര്യമില്ല എന്ന് ഉലമാക്കൾ പറയുന്നത് കാണാൻ. അപ്പം ഈ വിഷയങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോശമായ ബന്ധങ്ങൾ, മോശമായ ചാറ്റിങ്ങുകൾ, മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് റമദാനിന് മുമ്പ് നടത്തിയിട്ടില്ല എങ്കിൽ വളരെ അപകടമാണ്. വളരെ അപകടം. ഒരിക്കലും റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിയൂല. അപ്പോൾ വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിലും വിവാഹം കഴിച്ച ആളുകളാണെങ്കിലും ഇവിടെ ഒന്നാമത്തെ മാനദണ്ഡം തഖ്വയാണ്, റബ്ബിനോടുള്ള പേടിയാണ്. നമ്മൾ പരിഹാരങ്ങൾ പറയുമ്പോൾ വിവാഹം കഴിച്ചാൽ പരിഹാരമാണ്. പക്ഷെ നമ്മൾ ഈ ലൈംഗികമായി ബന്ധപ്പെട്ട ആളുകളെ സംസാരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ചിലപ്പോൾ ഒന്നുകൂടി കൂടുതൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി മോശമായ രൂപത്തിലേക്ക് പോകുന്ന ആളുകൾ. ഇവിടെ നമ്മൾ മൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബിനെ പേടിക്കുക, റബ്ബ് കാണുന്നുള്ള ബോധം, ഈ ഒരു ബോധം മാത്രമാണ് നമുക്കിവിടെ നമ്മളെ തടഞ്ഞു നിർത്താൻ ഒരു മാനദണ്ഡം നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ആ വിഷയം വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ മോശമായ തൗബ വിശദീകരിക്കുമ്പോൾ റമദാൻ തൗബയുടെ മാസമാണ്. റമദാൻ തൗബയുടെ മാസമാണ്. അപ്പൊ തൗബയുടെ കണ്ടീഷൻ ശുറൂത്ത് തൗബ വിശദീകരിക്കുമ്പോൾ ആ ഉലമാക്കൾ പറയുന്ന കാര്യം ഒരാൾ തൗബ ചെയ്യാണ്, ആ തിന്മ അവൻ സ്റ്റില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തൗബ സ്വീകരിക്കൂല. തൗബയുടെ മാനദണ്ഡം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തിന്മ അവസാനിപ്പിച്ചിട്ട് അവൻ തൗബ ചെയ്യുമ്പോഴാണ് ആ തൗബ സ്വീകരിക്കുള്ളൂ. ഇപ്പൊ ഒരു മോശമായ ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കാതെ അവൻ തൗബ ചെയ്ത തൗബ സ്വീകരിക്കൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹുരിമ ഖൈറ, ലൈലത്തുൽ ഖദറിനെ പറ്റി, മൻ ഹുരിമ ഖൈറ ഫഖദ് ഹുരിം. ആ ദിവസത്തെ ഖൈർ ആർക്കെങ്കിലും തടയപ്പെട്ടോ പിന്നെ അവന്റെ ജീവിതം മൊത്തത്തിൽ ഖൈർ തടയപ്പെടും. വേറെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ദഖല അലൈഹി റമദാൻ, റമദാനിന്റെ ജീവിതത്തിലേക്ക് വന്നു, വഖദ് ഇൻസലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല. പാപങ്ങൾ ക്ലീൻ ആകാതെയാണ് റമദാൻ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ റഹിമ അൻഫു റജുലിൻ, അവൻ നശിക്കട്ടെ എന്നാണ്. റഹിമ അൻഫു എന്ന് പറഞ്ഞാൽ മൂക്കൂത്തി വീണതിനാണ് റഹിമ അൻഫു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അവൻ നശിക്കട്ടെ, അതിന് പിന്നെ ഒരു ഖൈർ ഉണ്ടാവില്ലെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞല്ലോ, നമുക്ക് ഹദീസ് അറിയാലോ. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു മിമ്പറിൽ കയറി നിൽക്കുമ്പോഴാണ്. അവിടെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ആ ഹദീസിൽ. മിമ്പറിൽ നിന്ന് ജുമായുടെ സമയത്ത് ഉത്തരം കിട്ടാൻ സാഹചര്യ സമയമാണ്, പ്രാർത്ഥിക്കുന്നത് ജിബ്രീലാണ്, ആമീൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രാർത്ഥന, ആ ദുആ തടയപ്പെടുകയില്ല എന്നത് തീർച്ചയാണ്. റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. തക്ക് വർദ്ധിക്കുന്നില്ല എങ്കിൽ ഈമാനികമായ ഒരു ഉറവ്, ഈമാനികമായ ഒരു അമല് പോലും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കൂട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കൂട്ടത്തിൽ നശിച്ചു പോകുന്ന സകല ഹൈറുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ സാധ്യതയുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വിഷയം, നമ്മൾ ലൈംഗികപരമായ വിഷയങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ നാവാണ്. നമ്മുടെ നാവ് റമദാനെ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ സംസാരം റമദാനിൽ വേണ്ട. മറ്റു സമയങ്ങളിലും പാടില്ല. മറിച്ച് റമദാനിൽ നമ്മൾ ഇബാദത്തിന് വേണ്ടിയും ദിക്റിന് വേണ്ടിയും ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട വിഷയമാണ്. നമ്മൾ പലപ്പോഴും വിഷമം തോന്നുന്ന വിഷയം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ വിദ്യാർത്ഥി ചെയ്യുന്ന ആളുകളെ, ഖുറാഫികളെ, അവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എതിർക്കാറുണ്ട്. എന്താ എതിർക്കുന്നത്? അവര് പിന്നെ നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന ചെയ്യുന്നു, തൗഹീദിൽ അവർ ശരിയല്ല, അവർ സുന്നത്തിൽ പലരും കടത്തിക്കൂട്ടി, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ എതിർക്കാറുള്ളത്. പക്ഷെ നമ്മളിവിടെ ആ വിദ്യാർത്ഥികളെയൊക്കെ എതിർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പള്ളികളിലും നമ്മുടെ ആളുകളിലും സുന്നത്ത് അത് നഷ്ടപ്പെട്ടു പോവാണ്. എത്ര ആൾക്കാരാണ് നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ പറയുന്ന ആളുകൾ? നമുക്ക് ആർക്കും അറിയാത്തത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹു അക്ബർ, ആയത്തുൽ കുർസി ഉണ്ട്, മറ്റു ചില പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ അറിയാത്ത ആരുള്ളത്? പക്ഷെ നിസ്കാരം കഴിഞ്ഞ് എണീച്ച് പോവാണ്.
പിന്നെ നമുക്ക് എന്ത് അർഹതയാണ് വിദേഹത്തിന്റെ ആളുകളെ പിന്നെ എതിർക്കണം. പക്ഷെ നമ്മൾ സുന്നത്ത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നമ്മളത് എതിർക്കുന്ന അർത്ഥം എന്താ? വിദേഹത്തെ എതിർക്കുന്നതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മൾ കൃത്യമായി ചെയ്തില്ല എന്നത് അപകടമാണ്. സാധാരണ നമ്മുടെ ഈ സുന്നത്തിന്റെ ഈ സലഫിയത്തിന്റെ ദഅവത്ത് ഇത് വ്യാപിക്കാൻ കാരണം ഒന്ന് സുന്നത്തിന്റെ ആളുകൾ, അഹ്ലു സുന്നയുടെ ആളുകൾ സുന്നത്തിന്റെ വക്താക്കളായി മാറുക എന്നതാണ്. മാത്രമല്ല ഈ ദിക്റുകൾ പറയുമ്പോൾ റമദാനിലെ ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ദിക്റുകൾ പറയുമ്പോൾ നാവ് ചലിപ്പിച്ചാണ് നമ്മൾ പറയേണ്ടത്. പല ആളുകളും കൽബിൽ പറയും, കൽബിൽ പറഞ്ഞാൽ ശരീരത്തിൽ ദിക്റ് സാധ്യമാവുകയില്ല. അത് നാവ് കൊണ്ട് ശബ്ദം ചെറിയ രൂപത്തിൽ പുറത്തു വരുന്ന നിലയ്ക്ക് ദിക്ർ പറയുമ്പോഴാണ് ദിക്റിന്റെ ഭാഷാപരമായ മാറ്റം പരാമർശിക്കുക എന്നാണ്. ഒരു കാര്യം പരാമർശിക്കുന്നത് എന്ത് ചെയ്യണം? അത് നാവ് കൊണ്ട് പുറത്തു വരും. ശരീരത്തിലൊരു കാര്യം ദിക്റായി ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നാവ് കൊണ്ട് പറയണം. അപ്പോൾ സാധാരണ ഒരു കൊച്ചു കുട്ടികൾക്കുള്ള കഥയാണെങ്കിലും നമുക്കത് ആപ്റ്റാവുന്നതുകൊണ്ട് പിന്നെ ഒരു തത്തമ്മയുടെ കഥ ഉണ്ട്. ഒരു കുട്ടി ഇങ്ങനെ, ഞാൻ വീട്ടിൽ തത്തമ്മ വളർത്താം. അപ്പോൾ ഈ വീട്ടിലെ വ്യക്തി, ഈ കുട്ടിയുടെ ഉപ്പ അങ്ങനെ എപ്പോഴും ദിക്റ് പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യും? തത്തമ്മയെ ദിക്റ് പറയുന്ന ലായിലാലമയും സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യും? തത്തമ്മയും പറയുന്നതാണ്. അങ്ങനെ ഒരു ദിവസം നോക്കിക്കൊണ്ട് കുട്ടി ഭയങ്കര കരച്ചിലാണ്. ഒരു ഷെയ്ഖ് പോവാണ്. അപ്പോൾ ഈ കുട്ടി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്താണ് മോനെ കാര്യം ചോദിച്ചപ്പോൾ തത്തമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു എല്ലാവർക്കും മരണം ഉണ്ടല്ലോ, ചെയ്തുകൊണ്ടെങ്കിൽ മരണം എല്ലാവർക്കും ഉണ്ടാവില്ലെന്ന്. അപ്പോൾ കുട്ടിക്ക് വിഷമം അതല്ല. കുട്ടിയുടെ വിഷമം തത്തമ്മ എല്ലാ സമയത്തും ദിക്റ് പറയുന്ന തത്തമ്മ എന്ത് ചെയ്തു? മരണസമയത്ത് തന്നെ ലായിലാഹ പറയാൻ പറ്റി, ദിക്റ് പറയാൻ പറ്റില്ല കുട്ടിയുടെ വിഷമം. അപ്പോൾ ഈ വിഷമം പറഞ്ഞപ്പോൾ ആ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തതാണ്, തത്തമ്മ ദിക്റ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടോ അതിൻ്റെ ഫضل മനസ്സിലാക്കിയിട്ടോ എന്നല്ല, അതിങ്ങനെ കേട്ടു പറഞ്ഞു, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തതെന്നാണ് ഷെയ്ഖ് പറഞ്ഞു കൊടുത്തത്. ഒരു കുട്ടികൾക്കുള്ള കഥയാണ്. നമുക്കുള്ള ഒരു വലിയ പാഠം. എന്താ പാഠം? ദിക്റ് ഇങ്ങനെ വെറുതെ നമ്മൾ അറിയാതെ നിസ്കാരത്തിലടക്കം അധികാരം എന്തിനാണ് ഞാൻ പറഞ്ഞു പോവാണല്ലോ, നമ്മളത് അറിയുന്നില്ല. ദിക്റുകൾ ഫാത്തിഹ ഓതുന്നതും ശേഷമുള്ള സൂറത്ത് ഓതുന്നതും ഇഖ്ലാസ് പലക്കെ ഞാൻ തനിയെ കയറി വരികയാണ്, നമ്മൾ അറിയുന്നില്ലല്ലോ ഒരാൾക്കാർ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഫായ്ദ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടൂല. അപ്പോൾ ദിക്റ് അതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതിൻ്റെ ഫവായിദുകൾ നമുക്ക് കിട്ടണമെങ്കിൽ അർത്ഥം പറഞ്ഞ് മനസാന്നിധ്യത്തോടു കൂടി നാവ് കൊണ്ടും കൽബ് കൊണ്ടും ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കി പറയുമ്പോഴാണ് ദിക്റിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ രൂപത്തിൽ നാവിലൊക്കെ ദിക്റുകൾ കൊണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ നാവിലൊക്കെ ഇങ്ങനെ കയറി വരണം, ദുആകളും അദ്കാറുകളൊക്കെ. അങ്ങനെ നാവിനെ നമ്മൾ സംരക്ഷിക്കണം. കാരണം ഒരു വാക്ക് കൊണ്ടാണ് ലാ യുൽഖി ലഹാ ബാലനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ ആ വാക്കിന് ഒരു ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല, അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ വാക്ക് കൊണ്ട് നരകത്തിൽ പോകുന്ന ആൾക്കാരുണ്ടെന്നാണ്. ആ ഒരു വാക്ക് കൊണ്ട് നരകത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. റമദാനിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് പരിപാടികൾ ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ റമദാനിലാണ് എല്ലാവരും പള്ളി വരിക. അതുവരെ പള്ളി കാണാത്ത ആൾക്കാർ റമദാനിൽ പള്ളി കാണും. അപ്പോൾ അഭിപ്രായങ്ങൾ കൂടും, പെട്ടെന്ന് കയറി വന്നിട്ട് മെയിനാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അതൊക്കെ മനസ്സിലാക്കി കാണുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അറിവുള്ള ആൾ എന്ത് ചെയ്യണം വെച്ചാൽ മിണ്ടാതിരിക്കുക. റമദാൻ മാസമുള്ള ബോധം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, റമദാൻ മാസങ്ങളിൽ പല പള്ളികളിലും, നമ്മുടെ പല പള്ളികളിലും പ്രശ്നം നമ്മൾ പറയുന്നത് പുറത്തുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ പുറത്തേക്ക് മാത്രമുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യം തുറന്നു പറയുന്നത്. നമ്മുടെ പള്ളികളിൽ പോലും റമദാൻ കച്ചറ ഉണ്ടാവണം, പ്രശ്നം ഉണ്ടാവാം, അടി ഉണ്ടാവാം. ഒരിക്കലും സലഫി എന്ന നിലയ്ക്ക്, സലഫി തർബിയത്തിനോ അഹ്ലുസുന്നത്തിന്റെ വക്താക്കൾക്ക് ഒരിക്കലും ഉണ്ടാകും. റമദാനിൽ പോലും അവന്റെ കോപത്തെയും അവന്റെ ഇച്ഛയെയും അവന്റെ സ്വഭാവ ദൂഷ്യങ്ങളെയും പിടിച്ചു വെക്കാൻ കഴിയാത്തവൻ പിന്നെ എപ്പോഴും നന്നാവാൻ, പിന്നെ എപ്പോഴും ശരിയാവാൻ കഴിയാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ മോശമായ വാക്കുകൾ, അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, ഇത് മാറ്റിവെക്കാത്തവന്റെ നോമ്പ് അള്ളാഹ് നമുക്ക് നോമ്പ് ആവശ്യമെന്നാ. അള്ളാഹിന്റെ ആവശ്യത്തെ എന്താ കാര്യം? പഠിച്ചോണ്ട് വേണ്ട നമ്മളെ നോമ്പ്, പിന്നെ നമ്മൾ പിടിച്ചിട്ട് കാര്യം? വെറുതെ പട്ടിണിയാണ്. അവന്റെ പട്ടിണി മാത്രമാണ് അവന്റെ നോമ്പ് കൊണ്ട് കിട്ടുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ സംസാരമാണ്. അതുകൊണ്ട് ആ രൂപത്തിലല്ല നമ്മുടെ നോമ്പുകൾ വേണ്ട, മറിച്ച് നമ്മൾ ഇപ്പോഴും നമ്മൾ റെഡിയാകും. ചില കാര്യങ്ങൾ അഡിക്റ്റായ തിന്മകളുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് ഇപ്പോൾ റമദാനിൽ ഒരു ഹദീസ് ഉണ്ടല്ലോ, എന്താ ഹദീസ്? ഷെയ്ത്താനെ കെട്ടിയിടും എന്ന ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാർ ഷെയ്ത്താനെ കെട്ടിയിട്ടും തിന്മ ചെയ്തു പോകണല്ലോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. എന്താ കാരണം? അത് ഷെയ്ത്താനല്ല. നമ്മൾ അഡിക്റ്റായി പോയ തിന്മകൾ അത് ഷെയ്ത്താൻ്റെ പ്രേരണ ആവശ്യമില്ല, നമ്മൾ സ്വയം ചെയ്തോളൂ. അത് നഫ്സിൻ്റെ ഒരു സ്വഭാവമാണ്. നഫ്സിനൊരു കാര്യം നഫ്സ് അഡിക്റ്റായി പോയാൽ പിന്നെ ഷെയ്ത്താൻ്റെ പ്രേരണ ഇല്ലാതെ തന്നെ നഫ്സ് ലവ്വാമത്താണ്, അമ്മാറത്താണ്. നഫ്സ് തന്നെ എന്ത് ചെയ്യും? ആ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്ഥിരം പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവൻ്റെ നഫ്സ് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കേൾക്കാൻ വേണ്ടി.
സ്ഥിരം മോശമായിട്ട് കാണുന്നവരാണെങ്കിൽ അവന്റെ നഫ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ ശക്തമായ ഒരു എന്താ പറയാ, നമ്മളിലേക്ക് ആരെങ്കിലും ജിഹാദ് ചെയ്തുകൊണ്ട് വന്നാൽ അവരെ നാം നേർവഴിയിലാക്കുമെന്ന് പറഞ്ഞില്ലേ. ഒരു ജിഹാദാണ് ജീവിതം, ഒരു ജിഹാദാണ്. തിന്മകൾക്കിടയിൽ നിന്ന് നഫ്സിനെയൊക്കെ ഒതുക്കി നിർത്തി യഥാർത്ഥ രൂപത്തിൽ കൊണ്ടുവന്ന് പറയുമ്പോൾ ഒരു ജിഹാദ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ ഗൗരവകരമായി തന്നെ നമ്മുടെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 7:53 അല്ലേ, 8 മണിക്ക് നിർത്താനത് 8 മണിയല്ലേ. ഞാൻ വിഷയം ഉണ്ടാക്കിയപ്പോൾ വിശാലമായി ഉണ്ടാക്കി, അപ്പോൾ സമയം ചുരുങ്ങിയപ്പോൾ ചുരുക്കാനുള്ള പ്രയാസം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തഖ്വയാണ് റമദാന്റെ ഉദ്ദേശം. തഖ്വയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് നേടിയെടുക്കുക. ഓരോ ദിവസവും ഒരു ഡെവലപ്മെന്റ്. റമദാന്റെ 1ാമത്തെ ദിവസം പോലെ ആകാതെ 2ാമത്തെ ദിവസം നമ്മൾ ഒരു ഷെഡ്യൂൾ, കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടല്ലോ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന പുസ്തകം തന്നെ ഉണ്ടല്ലോ. രാവിലെ എണീക്കുമ്പോൾ അത് അദ്കാർ സ്വഭാവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞിട്ടല്ലോ നമുക്ക് ആ ദിവസം ആ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കാണാൻ കഴിയും. വല്ലാഹി നിങ്ങൾ പറയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു കുറച്ചു നേരം മതി, ഒരുപാട് നേരമൊന്നും വേണ്ട. എത്ര നേരം വേണ്ടിയിട്ടും പറയാൻ 15 മിനിറ്റ് കാലം മതി. 15 മിനിറ്റ് വേണ്ട അല്ലേ, 10 മിനിറ്റ് മതിയാവുള്ളൂ. 10 മിനിറ്റ് ആ റേഞ്ച് മതിയാവും. ആ ജീവിതത്തിൽ ആ ദിവസം വല്ലാത്ത ബർക്കത്തുണ്ടാവും. റസൂൽ പഠിപ്പിച്ച കാര്യമാണ്, എൻ്റെ അനുഭവമാണ്, ചെയ്ത കാര്യം അനുഭവമാണ്. ആ ദിവസത്തിൽ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ, ശൈത്താനിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതാണല്ലോ, അതുണ്ടാവും. നമുക്ക് വല്ലാത്തൊരു ബർക്കത്തുണ്ടാവും. അതുപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധം. ഖുർആൻ അള്ളാഹുവിന് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ ദിവസങ്ങളിലും മുമ്പിൻ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഖുർആൻ പ്രത്യേകമായി ഒന്നുകൂടി ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, അർത്ഥം പഠിക്കാനൊക്കെ നമ്മളൊരു സമയം എന്ത് ചെയ്യണം, റമദാനിൽ മാറ്റിവെക്കണം. കേവലം ഒരു തിലാവത്ത് മാത്രമല്ല, ഖത്തം തീർക്കൽ മാത്രമല്ല. ഖത്തം തീർക്കലിന് കൂലിയുണ്ട്, അതിന്റെ അർത്ഥം പഠിക്കൽ. ഒരു ആയത്തിന്റെ 2 ആയത്തിന്റെയും അർത്ഥം പഠിച്ചു പോകുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അഹ്ലു കിതാബിനെ പറ്റി, ജൂത നസാറാക്കളെ പറ്റി അവർ അവരുടെ ശരീഅത്തിൽ നിന്നും വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظنون എന്നാണ്. അവർക്ക് അവരുടെ വേദഗ്രന്ഥത്തെ പറ്റിയും ആ വേദഗ്രന്ഥത്തിലെ ആശയങ്ങളെ പറ്റിയൊക്കെ കേവലം എന്തൊക്കെ ഒരു വ്യാമോഹമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ലൈസ ലഹും ഹദ്ദുൻ മിൻ കിതാബില്ലാഹി ഇല്ലാ തിലാവതി ഫഖത്ത്. അവർക്ക് അവരുടെ വേദഗ്രന്ഥവുമായുള്ള ബന്ധം എന്ത് മാത്രമാണ്? കേവലം പാരായണം മാത്രമാണ്. അതിൻ്റെ അർത്ഥം പഠിക്കുകയോ അതിൻ്റെ ആശയത്തിലേക്ക് പോവുകയോ ഒന്നും അവർ ചെയ്യുമായിരുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം പഠിക്കാത്തത് കൊണ്ടാണ് അവർ അഹ്ലുൽ കിതാബ് വഴിതെറ്റി പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാം. അതുകൊണ്ട് അർത്ഥം പഠിക്കുക. വിശുദ്ധ റമദാൻ മാസം വരുമ്പോഴുള്ള സാഹചര്യം കൂടും. നമുക്കൊരു ഒരുപാട് സംരംഭങ്ങൾ, നമ്മുടെ QEP ഖുർആൻ വിജ്ഞാന പരീക്ഷ മാർച്ച് 8 നടക്കുകയാണ്. അതൊക്കെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് സജദയും അഹ്സാബും സബറുമാണ്. അത് വിശാലമായ ഒരുപാട് അർത്ഥങ്ങൾ പഠിക്കേണ്ട സുഹൃത്താണ്. പലർക്കും പങ്കെടുക്കുക. നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഖുർആൻ പഠന ശിബിരം ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്ര ആൾക്കാർ കേൾക്കുന്നുണ്ട്? ഈ കൂട്ടത്തിൽ കേൾക്കുന്ന ആൾക്കാർ എത്ര കൈവയ്ക്കുകയാണ്? 2 ആൾക്കാർ. നമ്മൾ ബാക്കി 2 ആൾക്കാർ വെച്ച് ബാക്കി ആരും കേൾക്കുന്നില്ല, അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് അറിയാം, നമ്മൾ അഹ്സാബ് കുറച്ചായി. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു ദിവസം മാറ്റി വയ്ക്കാൻ പറ്റുന്ന 24 മണിക്കൂറിൽ 10 മിനിറ്റ് എത്ര ഉണ്ടാവും? വിചാരിച്ചാൽ പറ്റില്ല. മടിയാണ് പ്രശ്നം. മടിയൊന്ന് മാറ്റിച്ചാൽ എന്ത് ചെയ്യും? അത് സാധിക്കും. അപ്പോൾ അർത്ഥമൊക്കെ പഠിച്ച് അങ്ങനെയുള്ള ഖൈറാത്തുകൾ നമ്മൾ മുന്നിട്ട് വരിക. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ആദ്യം പറഞ്ഞ റബ്ബിനെ കാണണ്ട. നമുക്ക് ഒരു ചെറിയ ഹദീസ് പറഞ്ഞു പോകല്ലോ, അവിടെയാണ് സമാധാനം ഉള്ളത്. ഈ അള്ളാഹുവിൻ്റെ കൽപ്പനയും അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ വളരെ കൊടുസാണ്, വളരെ ഇതൊക്കെ തോന്നുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷവും സമാധാനം ഉണ്ടാവുന്നത്. ഇബ്രാഹിം സൈബ് പാടിയൊരു കവിത ഉണ്ട്, ചില ആളുകൾ ഒരു അള്ളാഹുവിന്റെ ശരീഅത്ത് ഭയങ്കര ഇടങ്ങാറാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിന്നും അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നും ഓടി അകന്നപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്? പല ആളുകളുടെയും പല മനുഷ്യന്മാരുടെയും സ്വന്തം ഇച്ഛയുടെയും അടിമയായി മാറേണ്ടി വരുന്നതാണ്. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് റബ്ബിന്റെ അടിമയായി അന്തസ്സോടുകൂടി തല ഉയർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യന്റെ അടിമയായി. സോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷെ നമ്മുടെ ഇച്ഛയുടെ അടിമയായി പോകുന്നതാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ഇച്ഛയുടെ അടിമയായി പോകും. നഫ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് നടത്താൻ തീരുമാനിച്ചാലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്താം. അത്രയ്ക്ക് അഡിക്റ്റ് ആയി പോകാം. ഒന്നിൽ റബ്ബിന്റെ അടിമയാവുക, അല്ലെങ്കിൽ ഇച്ഛയുടെയോ മറ്റു മനുഷ്യരുടെ അടിമയായി മാറി. 2 ഓപ്ഷൻ നമുക്കുള്ളത്. അതുകൊണ്ട് റബ്ബിന്റെ അടിമയായി തലയുയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിച്ച്
റബ്ബിനോട് മാത്രം കാര്യങ്ങൾ തേടി റബ്ബിന്റെ മുമ്പിൽ മാത്രം വേവലാദികളും മാവലാദികളും ബോധ്യപ്പെടുത്തി അന്തസ്സുള്ള ആനമിനൽ മുസ്ലിമീൻ ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അന്തസ്സുള്ള മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ദർജയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ ഇസ്സത്ത് കിട്ടിയത് ഇസ്ലാം കൊണ്ടാണ്. മുസ്ലിം ഉമ്മത്തിൽ ഇസ്സത്ത് കിട്ടിയത് ഇസ്ലാം എന്ന ശരീഅത്ത് കൊണ്ടാണ്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റു മാർഗത്തിലൂടെ ലിബറലിസത്തിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ ആരെങ്കിലും ആ അഭിമാനത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അള്ളാഹു അവനെ അപമാനിതനാക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ അവസരമാണ്. ഇത് നമ്മുടെ ഒരു മാറ്റത്തിന് റമദാനായി മാറേണ്ടതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ഭാവിയിൽ ഈ റമദാനിലാണ് 2026 വന്ന് ഈ റമദാനിലാണ് നമുക്ക് ഇന്ന ഈ ഖൈറാത്തുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഇന്നൊരു നന്മ ഖുർആൻ അന്ന് തുടങ്ങിയതാണ്. ഖുർആൻ ഖത്തം തീർക്കൽ എന്ന ഒരു ക്വാളിറ്റി ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. ഇന്ന് വരെ അൽഹംദുലില്ലാഹ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്നു. ഖുർആനിന്റെ അർത്ഥം വായിക്കൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച സ്വഭാവമാണ്. ആ റമദാൻ തുടങ്ങിയ നന്മയാണ് ഇന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് പറയാനും തഖ്വ വർദ്ധിപ്പിക്കാനും ആ രൂപത്തിൽ നല്ല മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൂടിയിരുത്ത